മാക്രമി എക്സ്പെൻസീവ് ആണോയെന്ന് ചോദിച്ചാൽ ഓക്കെ, ഇറ്റ്സ് എക്സ്പെൻസീവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ബട്ട് ഇപ്പോൾ അത് ഹോൾസെയിൽ അങ്ങനത്തെ ഇതിലൊക്കെ വരണമുണ്ട്. മെറ്റീരിയൽ എക്സ്പെൻസീവിനെക്കാട്ടിയും ലേബർ കുറച്ച് കൂടുതലാണ്. വി ഹാവ് ടു പുട്ട് ഇൻ ടൈം എ ലോട്ട്. നമ്മൾ ഈ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ മൈ ഫിംഗേഴ്സ്, അതൊക്കെ ലൈക്ക് അതിൻ്റെ ഡാമേജ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ പുട്ട് ഇൻ ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് ഈവൻ ദ നോട്ട്സ് വെരി ക്ലീൻ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയും കാണത്തില്ല. ചിലവർ വെറുതെ ഇങ്ങ് ചെയ്ത് വരും. അങ്ങനെയുള്ളവർക്ക് അത് കോസ്റ്റ് കുറവായിട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഞാനൊരു മൗസ് ആരെങ്കിലും എക്സാമ്പിൾ ലൈക്ക് കീബോർഡ് മൗസ് ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ള മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. ബട്ട് റീസെൻ്റ്ലി പിന്നെ അതിൻ്റെ ലൈക്ക് എഫക്റ്റ് മനസ്സിലായി തുടങ്ങിയപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങിയത് വെക്കുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി. ഇതൊക്കെ വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. ആസ് ഇൻ ആ ഇൻപുട്ട് ഉണ്ട്. കോസ്റ്റേഴ്സ് അതൊക്കെ വരുമ്പോൾ 350 റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഗോസ് അപ് ടു 5000 വരെയൊക്കെ പോകാം. ലാംപ് ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. മാക്രമിയുടെ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ്. ജെം സ്റ്റോൺസ് ഒക്കെ വരെയാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. കാരണം ഒരു ജെം സ്റ്റോണിന് തന്നെ നല്ലതാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് 500 സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്. ഇതുപോലത്തെയൊക്കെ വരുമ്പോൾ ഇതും ഞാൻ പറഞ്ഞത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ പാടാണ് ഇത് ചെയ്യുമ്പോഴത്തേക്കും. സോ ഈ ഒരു ഇയറിംഗ് ഒക്കെ വരുമ്പോൾ അറൗണ്ട് 650 ഒക്കെ വരും. ബട്ട് റൈറ്റ് നൗ ഞാൻ ചെറുത് ഉണ്ടാക്കുന്നുണ്ട്. 299 അതൊക്കെ ലൈക്ക് അത് കമ്പോസ് ചെയ്യുന്ന പോലെ ഇരിക്കും. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം 200 ആൻഡ് ഇറ്റ് ക്യാൻ ഗോസ് അപ് ടു ഇത് ഈ മാലയൊക്കെ വരുമ്പോൾ സംടൈംസ് ഇറ്റ് ക്യാൻ ഗോ ടു 2500 ഒക്കെ വരും.